കണ്ണൂർ കായലോട്ട് യുവതി ആത്മഹത്യ ചെയ്ത സംഭവം വഴിതിരിച്ചുവിടാൻ SDP ശ്രമം. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ സദാചാര ഗുണ്ടായിസം നടന്നുവെന്ന സൂചന ഉണ്ടായിരിക്കെയാണ് ഈ ശ്രമം. ന്യായീകരണത്തിനായി 14 സെക്കൻഡ് വീഡിയോയുമായി SDP നേതൃത്വം രംഗത്ത് വന്നു. എന്ത് മാനസിക പ്രശ്നം കാര്യങ്ങളാണ് ഇവളെന്ത് ആയിരിക്കും പ്രശ്നം അല്ലേ ഏതൊക്കെ എന്ത് മാനസിക പ്രശ്നം കാര്യങ്ങളാണ്. പ്രതികളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, പ്രതിഷേധം ശക്തമായ ഒരു സാഹചര്യത്തിൽ ന്യായീകരണം, ഒരു മുഖം രക്ഷിക്കാനുള്ള നീക്കം തന്നെയാണ് SDP നേതൃത്വം നടത്തുന്നത്, അല്ലേ? തീർച്ചയായും ഇത് തന്നെയാണ് നടന്നിട്ടുള്ളത്. കാരണം ഈ സംഭവം നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ സദാചാര ഗുണ്ടായസത്തിന് ഇരയായ യുവതി മനംനൊന്ത് ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത്. അവരുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്ത ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് ആത്മഹത്യാ കുറിപ്പുമായി ബന്ധപ്പെട്ടതിൽ കൃത്യമായി പറയുന്നുണ്ട് താനടക്കം സദാചാര ഗുണ്ടായസത്തിന് വിധേയമായിട്ടുണ്ട്. മാത്രമല്ല, തൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ അടക്കം ഈ SDP പ്രവർത്തകർ പിടിച്ചു വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ മനം നൊന്താണ് ഈ താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 3 പേരെ പിടികൂടിയിരുന്നു. ആ പിടികൂടിയ 3 പേരും SDP പ്രവർത്തകരാണ്. അത്തരത്തിൽ SDP നേതൃത്വം പ്രതിരോധത്തിലായ ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വെറും ഒരു 14 സെക്കൻഡ് ദൈർഘ്യമുള്ളൊരു വീഡിയോയുമായി പ്രതിരോധത്തിന് SDP നേതൃത്വം ഇറങ്ങിയിരിക്കുന്നത്. ഈ ആത്മഹത്യ ചെയ്ത യുവതിയുടെ ആ സുഹൃത്ത് എന്ന് പറയുന്നത് റഹീസ് എന്ന് പറയുന്ന മയിൽ സ്വദേശിയാണ്. അയാളെ ഏതാണ്ട് 5 മണിക്കൂറോളം തടഞ്ഞു വെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തി ഒരുപാട് മർദ്ദിച്ചു എന്ന വിവരം അടക്കം പുറത്തു വന്നിരുന്നു. മാത്രമല്ല, സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഇത് കൃത്യമായി സദാചാര ഗുണ്ടായിസമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇതിൽ 14 സെക്കൻഡ് വീഡിയോയുമായി പാർട്ടിയെ പ്രതിരോധിക്കാൻ SDP നേതാക്കൾ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിൽ കുറെ ആളുകൾ ഇരുന്ന് കുറെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ള അല്ലാതെ മറ്റൊരു ദൃശ്യവുമില്ല. അതായത് അതിന് മുമ്പ് എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയും ഇല്ലാത്തൊരു വീഡിയോയുമായിട്ടാണ് SDP നേതാക്കൾ രംഗത്ത് വന്നത്. അതിൽ തന്നെ സംശയം ഉളവാക്കുന്നുണ്ട്. കാരണം അതിന് മുൻപേ ഈ വ്യക്തിയെ മർദ്ദിച്ചിട്ടുണ്ടോ, ആൾക്കൂട്ട വിചാരണ നടത്തിയോ എന്നതിനെ സംബന്ധിച്ചൊന്നും യാതൊരു വിശദീകരണവുമില്ല. വെറും 14 സെക്കൻഡ് വീഡിയോയുമായി അവർ രംഗത്ത് വന്നിരിക്കുന്നു. മറ്റൊന്ന്, ഈ കുടുംബം ഈ SDP പ്രവർത്തകരെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായി. ഈ മരണപ്പെട്ട യുവതിയുടെ അമ്മ അത്തരത്തിലൊരു പ്രതികരണം മാധ്യമങ്ങളിലൂടെ നടത്തുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ പോലീസ് കൃത്യമായി ഇതിൽ പറയുന്നൊരു നിലപാടുണ്ട്. പോലീസിന്റെ കയ്യിലുള്ളത് ഈ മരണപ്പെട്ട യുവതി എഴുതി വെച്ച ആ ആത്മഹത്യാ കുറിപ്പാണ്. ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായി താൻ ഏതൊക്കെ രീതിയിലാണ് മാനസിക പീഡനം അനുഭവിച്ചത്, അതിലേക്ക് ആരൊക്കെ നയിച്ചു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ അതിലുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 3 പേരെ പിടികൂടിയത്. അന്നേ ദിവസം, അതായത് ഈ യുവതി ഒരു സുഹൃത്തുമായി സംസാരിച്ച് നിൽക്കുന്നത് കണ്ട SDP പ്രവർത്തകർ 3 ബൈക്കുകളിലായിട്ടാണ് അവിടത്തേക്ക് കടന്നു വന്നത്. അവർ ഈ സുഹൃത്തിനെ പിടിച്ചുകൊണ്ട് പോവുകയും തന്നെ അപമാനിച്ച് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയുമാണ് ചെയ്തത്. അതിനുശേഷം സുഹൃത്തിനെ മർദ്ദിച്ചു എന്നൊരു സൂചന തന്നെയാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ നൽകുന്നത് എന്നാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഈ കുടുംബത്തിന്റെ അടക്കം ആരോപണങ്ങൾ ഈ കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ പരിശോധിക്കാൻ തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ നമ്മോട് പങ്കുവച്ചൊരു കാര്യം. അതിന്റെ ഭാഗമായി തലശ്ശേരി ACPയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാക്കി അന്വേഷണവുമായി മുന്നോട്ട് അവർ പോവുകയാണ്. അതേസമയം അന്നേ ദിവസം ഈ യുവതിയോടൊപ്പം ഉണ്ടായ ആൺ സുഹൃത്തിന്റെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് പോകുന്നുണ്ട്. പക്ഷേ അയാൾ ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം അന്നേ അത്രയേറെ മർദ്ദനങ്ങൾ അയാൾ നേരിട്ടു എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ യുവാവിനെ കണ്ടെത്തിയാൽ മാത്രമേ ഏതൊക്കെ തരത്തിലാണ് ഈ പീഡനം നടന്നിരിക്കുന്നത്, ഏതൊക്കെ തരത്തിലാണ് അവർ ഉപദ്രവിച്ചത് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. KP കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.